Hi students, welcome to Text Tutor Academy. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോഷൻസ് ഓഫ് ദി എർത്ത് ആണ്. അപ്പൊ എന്തൊക്കെ മോഷൻസ് ആണ്, മൂവ്മെന്റ് ആണ് എർത്തിനുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, അപ്പോ സ്ലൈഡിലേക്ക് പോവാം അല്ലെ? ഓക്കെ, നെക്സ്റ്റ് വൺ. ഇറ്റ് ഈസ് ദ എർത്ത് ഹാസ് two types of motion. നമ്മുടെ എർത്തിന് രണ്ട് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് അത്? ഇറ്റ് ഈസ് first one it is rotation, അല്ലെ? first one it is rotation and second one it is revolution, അല്ലെ? അപ്പൊ റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? രണ്ട് ടൈപ്സ് ഓഫ് മൂവ്മെന്റ് ആണ് നമ്മുടെ എർത്തിനുള്ളത്. ഫസ്റ്റ് വൺ it is rotation and second one it is revolution. Okay, അപ്പൊ റൊട്ടേഷൻ എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ മക്കളെ? Rotation is the movement of the earth on its axis. എന്ന് വെച്ചാല് റൊട്ടേഷൻ എന്ന് പറയുന്നത് എർത്ത് എന്താണ്? ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആക്സിസില് അതെന്താണ്? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? മൂവ്മെന്റ് അത് ചുറ്റിക്കൊണ്ടിരിക്കുന്നതിനെ പറയുന്ന കോൺസെപ്റ്റ് ആണ് എന്ത് മക്കളെ? റൊട്ടേഷൻ. ഓക്കെ, എന്താണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്? ദ മൂവ്മെന്റ് ഓഫ് ദ എർത്ത് അറൌണ്ട് ദ സൺ, അല്ലെ? സൂര്യന് ചുറ്റും എർത്ത് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ എ ഫിക്സഡ് പാത്ത്, ഒരു ഫിക്സഡ് പാത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഓർബിറ്റിന് ചുറ്റും എന്താണ്? ഈ സണ്ണിന് ചുറ്റും എർത്ത് മൂവ്മെന്റ് ചെയ്യുന്നു അല്ലെ? ചുറ്റുന്നു. ആ ഒരു മൂവ്മെന്റിനെ പറയുന്ന പേരെന്താ മക്കളെ? റെവല്യൂഷൻ. അപ്പോ ഡാഷ് ഇസ് ദ മൂവ്മെന്റ് ഓഫ് എർത്ത് ഓൺ ഇറ്റ്സ് ആക്സിസ് എന്ന് ചോദിക്കുമ്പോ ഏത് മൂവ്മെന്റാ പറയാ? റൊട്ടേഷൻ അല്ലെ? ആൻഡ് ദ മൂവ്മെന്റ് ഓഫ് ദി എർത്ത് അറൌണ്ട് ദി സൺ ഇൻ എ ഫിക്സഡ് പാത്ത് ഓർ ഓർബിറ്റ് എന്ന് ചോദിക്കുമ്പോ ഏത് കോൺസെപ്റ്റാ പറയാ? ഇറ്റ് ഈസ് റെവല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. എർത്ത് റൊട്ടേഷനെ കുറിച്ചാണ്. ഇറ്റ് ഈസ് എർത്ത് റൊട്ടേഷൻ ഓൺ ഇറ്റ്സ് ആക്സിസ്. ഇതാണ് ഇതിന്റെ ആക്സിസ് എന്ന് പറയുന്നത്, എർത്തിന്റെ ആക്സിസ്. അതിലാണ് എന്ത് ചെയ്യാ? എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഇക്വേറ്റർ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടാണ്, ഇക്വേറ്റർ. ഓക്കെ, ഈ രണ്ട് ഭാഗം, ഈ എൻഡിലുള്ള രണ്ട് ഭാഗം എന്താണ്? എർത്തിന്റെ ആക്സിസ്. ആ ആക്സിസിലാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ മക്കളെ. ഓക്കെ, നെക്സ്റ്റ് വൺ. ആക്ച്വലി ദ ആക്സിസ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ലൈൻ ആണ്. ശരിക്കുള്ള എർത്തിന് ഇങ്ങനെ ഒരു ഇത് കാണിക്കുന്ന തരത്തിലുള്ള ഒരു ആക്സിസ് ഇല്ല എന്നാണ് പറയുന്നത്. ഒരു ഇമാജിനറി ലൈൻ, ഗ്ലോബലിനല്ല കറക്റ്റ് ഇതിൽ ആക്സിസ് കാണിക്കുന്നത്. ഓക്കെ, which makes an angle of 66.1/2 degree with its orbital plane. എത്ര ആംഗിളിലാണ് ആക്സിസ് എക്സിസ്റ്റ് ചെയ്യുന്നത്? 66.1/2 ഡിഗ്രി ഇതിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. ആൻഡ് ദ പ്ലെയിൻ ഫോംഡ് ബൈ ദ ഓർബിറ്റ്. ഓർബിറ്റിന്റെ സഹായത്തോടെയാണ് ഈ ഒരു പ്ലെയിൻ അവിടെ ഫോം ചെയ്യാൻ കാരണം, ഇമാജിനറി ഈ ഒരു ആക്സിസ് ഫോം ചെയ്യാൻ കാരണം. ഈ ഒരു ഓർബിറ്റിന്റെ സഹായത്തോടെയാണ് ആ പ്ലെയിൻ ഫോം ചെയ്തത്. അപ്പൊ അതിന്റെ പേരെന്തായിരിക്കും? ഇറ്റ് ഈസ് കോൾഡ് ആസ് ഓർബിറ്റൽ പ്ലെയിൻ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കള്. ദ എർത്ത് റിസീവ്സ് ലൈറ്റ് ഫ്രം ദി സൺ. എർത്തിന് എവിടെ നിന്നാണ് പ്രകാശം ലഭിക്കുന്നത്? സൂര്യനിൽ നിന്നാണ് അല്ലെ? ആൻഡ് നെക്സ്റ്റ് വൺ. ആൻഡ് ഡ്യൂ ടു ദ സ്പെറിക്കൽ ഷേപ്പ് ഓഫ് ദി എർത്ത്. എർത്ത് എന്ന് പറയുന്ന സ്പെറിക്കൽ ഷേപ്പ് ആണ് അല്ലെ? സർക്കുലർ ഷേപ്പ് ആണ്. ഓൺലി ഹാഫ് ഇറ്റ് ഗെറ്റ്സ് ലൈറ്റ് ഫ്രം ദി സൺ അറ്റ് എ ടൈം അല്ലെ? ഇപ്പൊ മെയിൻലി നോക്കുകയാണെങ്കിൽ എർത്തിന്റെ ഒരു ഭാഗത്ത്, ഹാഫ് ഭാഗത്ത് എന്ന് വെച്ചാൽ പകുതി ഭാഗത്ത് മാത്രമേ എന്ത് ലഭിക്കുന്നുള്ളൂ? സൂര്യപ്രകാശം ലഭിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? എർത്തിന്റെ ആക്സിസ് ഓഫ് ദി എർത്ത് വിച്ച് ഇസ് എൻ ഇമാജിനറി ലൈൻ, ഇറ്റ് മേക്സ് എൻ ആംഗിൾ ഓഫ് 66.1/2 ഡിഗ്രി വിത്ത് ഇറ്റ്സ് ഓർബിറ്റൽ പ്ലെയിൻ. ഓക്കെ, ഈ പ്ലെയിൻ ഫോം ചെയ്യുന്നത് എന്തിന്റെ സഹായത്തോടെ? ഓർബിറ്റിന്റെ സഹായത്തോടെയാണ്. അതുകൊണ്ടാണ് അതിനെ ഓർബിറ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എർത്ത് റിസീവ്സ് ലൈറ്റ് ഫ്രം ദ സൺ. ഇത് എർത്ത് എന്ന് പറയുന്ന സ്പെറിക്കൽ ഷേപ്പിൽ ആയതുകൊണ്ട് തന്നെ എർത്തിന് ഓൺലി ഹാഫ് ഓഫ് എർത്ത് ഗെറ്റ്സ് ലൈറ്റ് ഫ്രം ദി സൺ. ഓക്കെ, നെക്സ്റ്റ് വൺ. The portion facing the sun experiences day while the other half away from the sun experiences the night. എന്ന് വെച്ചാല് ഒരു പോർഷന് മാത്രമേ ലൈറ്റ് കിട്ടുള്ളൂ, ഹാഫ് അതർ പോർഷന് അത്ര ലൈറ്റ് കിട്ടൂല. അപ്പൊ എന്താ പറയാ? ലൈറ്റ് കിട്ടുന്ന പോർഷൻ അവിടെ എന്തായിരിക്കും? പകൽ സമയമായിരിക്കും. കിട്ടാത്തതോ നൈറ്റ് ആയിരിക്കും എന്നുള്ളതാട്ടോ പറയുന്നത്. The portion facing the sun experiences day and other half away from the sun. സണ്ണിൽ നിന്ന് ദൂരെയുള്ള ആ ഒരു ഹാഫ് പോർഷൻ നൈറ്റുമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. And the circle that divides the day from night on the globe is called as circle of illumination. Okay, ഇങ്ങനെ ഈ ഒരു സർക്കിൾ, ഈ സ്പെറിക്കൽ ഷേപ്പിലുള്ള എർത്ത് രണ്ട് ഭാഗമാണ് അല്ലെ? ഡേ ഉണ്ട് നൈറ്റും ഉണ്ട്. അതിനെ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റിന്റെ പേരെന്താ മക്കളെ? ഇറ്റ് ഇസ് ദ
It is the circle of illumination എന്നാണ് അതിന്റെ പേര്. എന്താണ് the circle of illumination? The circle that divides the day from night on the globe is called as the circle of illumination. Okay, next one. It is discuss ചെയ്യാൻ പോകുന്ന revolution of the earth showing solstice and equinox. Okay, revolution of the earth ന്റെ ഒരു സിമ്പിൾ ആണ്. Okay, ഒരു പിക്ചറൈസേഷൻ ആണ്. നോക്കിക്കേ, ഇപ്പൊ വിന്റർ സോൾസ്റ്റൈസ് എന്ന് പറയുമ്പോൾ December 22, നോർത്ത് വിന്റർ സൗത്ത് സമ്മർ ആണെങ്കിൽ സ്പ്രിംഗ് ഇക്വിനോക്സ് എന്ന് പറയുന്ന അല്ല വിന്റർ സോൾസ്റ്റൈസ് എന്ന് പറയുമ്പോൾ December 22 നോർത്ത് വിന്ററും സൗത്ത് വിന്ററും. അതുപോലെ തന്നെ സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറയുമ്പോൾ June 21 നോർത്ത് സമ്മർ സൗത്ത് വിന്റർ. ആൻഡ് സ്പ്രിംഗ് ഇക്വിനോക്സ് എന്ന് പറയുന്ന March 21 നോർത്ത് സ്പ്രിംഗ് സൗത്ത് ഓട്ടം. ആൻഡ് ഓട്ടം ഇക്വിനോക്സ് എന്ന് പറയുമ്പോൾ September 23 നോർത്ത് ഓട്ടം ആൻഡ് സൗത്ത് സ്പ്രിംഗ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഈ ഒരു ഫിഗർ കേട്ടോ മക്കള്. Okay, next one. The circle that divides the day from the night on the globe is called as circle of illumination എന്ന് നമ്മൾ പറഞ്ഞതാണ് അല്ലെ. This circle does not coincide with the axis. ആക്സിസുമായിട്ട് ഒരു കണക്ഷനും അത് ഒരു തരത്തിലുമായി ജോയിൻ ചെയ്യുകയോ ഒന്നുമില്ല, ഒരു ബന്ധമില്ലാത്ത ഇതാണ് പറയുന്നത്. ഓക്കെ, ആക്സിസുമായിട്ട് ഒരു ഇതിലും ആ സർക്കിള് എന്താവില്ല, യോജിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? The circle that divides the day from the night on the globe is called as illumination. എന്ത് illumination? Circle of illumination. ഈ സർക്കിൾ ആക്സിസുമായിട്ട് ഒരു ബന്ധവും പുലർത്തുന്നില്ല എന്നാ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. The earth takes 24 hours to complete one rotation around the axis. അല്ലെ, ഈ ആക്സിസിന്റെ ഇതിൽ 1 rotation ഇതാക്കണമെങ്കിൽ എത്ര ടൈം വേണം? അതിന് 24 hours is needed. Okay, and the period of rotation, ഈ 24 hours വേണമെന്ന് പറഞ്ഞല്ലോ ഒരു റൊട്ടേഷൻ. ആ ഒരു പീരീഡ് ഓഫ് റൊട്ടേഷൻ പറയുന്ന പേരെന്താ മക്കളെ? It is considered as the earth day എന്നാണ് പറയാ. The earth day. Okay, and this is a daily motion of the earth. Earth എപ്പോഴും 24 hours ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ earth day എന്നാണ് പറയാ. The earth takes about 24 hours to complete one rotation around its axis. Next point, the period of rotation എന്ന് പറയുന്നത് is called as earth day എന്നാണ് പറയാറ് അല്ലെ. And this is the daily motion of the earth. Okay, next one. അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് പോർഷൻ ഉണ്ട്. ഒരു സൈഡില് എന്തായിരിക്കും, സണ്ണ് നല്ല രീതിയിലുള്ള ലൈറ്റ് റേസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു സൈഡിൽ എന്തായിരിക്കും, നൈറ്റ് ആയിരിക്കും. സൺ റേസ് കിട്ടാത്ത ഭാഗം നൈറ്റ് ആയിരിക്കും. അപ്പൊ നോക്കുക, ദ പോർഷൻ ഓഫ് ദി എർത്ത് ഫേസിംഗ് ദ സൺ വുഡ് ഓൾവേസ് എക്സ്പീരിയൻസ് ഡേ എന്ന് നമ്മൾ പറഞ്ഞു. ദസ് ബ്രിങ്ങിങ് കണ്ടിന്യൂസ് വാർമത്ത് ടു ദ റീജിയൻ അല്ലെ. ഈ ഒരു ഭാഗത്ത് ഹാഫ് ദ പോർഷൻ ഓഫ് ദി എർത്തിൽ സൺറൈസ് കിട്ടുന്ന ഭാഗം ഉണ്ടെങ്കിൽ അത് എന്താണ് ആ ഒരു ഡേ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? പ്രൊവൈഡ്സ് വാർമത്ത് ടു ദ റീജിയൻ. പിന്നെയോ and the other half would remain in darkness and be freezing cold all the time. നല്ല തണുപ്പായിരിക്കും other portion of the earthല് അല്ലെ. അവിടെ ഡാർക്ക്നെസ് ആയിരിക്കും ഉണ്ടാവുക, അവിടെ ഫ്രീസിങ് കോൾഡ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. പക്ഷെ ഡേ പാർട്ടില് ദാറ്റ്സ് ഓൾവേസ് എക്സ്പീരിയൻസ് വാർമത്ത് there. Okay, next point. Okay, life would not have been possible in such extreme condition. ഇത്ര ഫ്രീസിംഗ് കോൾഡ് ആയിട്ടുള്ള പാർട്ടിൽ ജീവിതം അങ്ങനെ മുന്നോട്ടുണ്ടാവുക അത് വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതാണ് പറഞ്ഞത്. The portion of the earth facing the sun would experience day. അല്ലെ, the portion of the earth facing the sun would always experience day and thus bringing continuous warmth to that region. പിന്നെയോ and the other half would remain in darkness, be freezing cold all the time. Life would not have been possible in such extreme condition എന്നാണ് പറയുന്നത്. ഓക്കെ, എന്ന് പറയുമ്പോ ഈ ഒരു സൺറൈസ് കിട്ടുന്ന ഭാഗത്തിൽ എപ്പോഴും നല്ല വാർമത്ത് ആയിട്ടുള്ള റീജിയൻ ആയിരിക്കും. പക്ഷെ ഡാർക്ക്നെസ് മാത്രമല്ല, അതർ പോർഷൻ എന്ന് പറയുന്നത് ഫ്രീസിംഗ് കോൾഡ് ആയിരിക്കും. ആ ഒരു വെതറില് നിലനിൽക്കാൻ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള അത്രയും ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ആളുകൾ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മൾ റൊട്ടേഷന്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്, സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെവല്യൂഷനെ കുറിച്ചാണ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് മോഷൻ ഓഫ് ദി എർത്ത്, എർത്തിന്റെ സെക്കൻഡ് മോഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ദാറ്റ് ഇസ് അറൌണ്ട് ദ സൺ ഇൻ ഇറ്റ്സ് ഓർബിറ്റ് ഇസ് കോൾഡ് ആസ് റെവല്യൂഷൻ. ഓക്കെ, എന്ന് വെച്ചാല് എർത്ത് സണ്ണിന് ചുറ്റും
കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഓർബിറ്റിന്റെ സഹായത്തോടെ, ഓർബിറ്റൽ പ്ലെയിന്റെ സഹായത്തോടെ. അതിന് പറയുന്ന കോൺസെപ്റ്റ് ആണ് എന്ത് മക്കളെ? റെവല്യൂഷൻ. ഓക്കെ, ദ സെക്കൻഡ് മോഷൻ ഓഫ് ദി എർത്ത് അറൌണ്ട് ദ സൺ ഇൻ ഇറ്റ്സ് ഓർബിറ്റ് ഇസ് കോൾഡ് ആസ് റെവല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ്, റെവല്യൂഷൻ എത്ര ടൈം എടുക്കും? ഒരു 1 revolution ടേക്ക് പാർട്ട് ചെയ്യാൻ 365 1/4 days is taken 1 year to complete to revolve around the sun. സണ്ണിനെ റിവോൾവ് ചെയ്യണമെങ്കിൽ എത്ര ടൈം എടുക്കും? 365 1/4 days. It takes 1 year to complete 1 revolution around the sun എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു റൊട്ടേഷൻ എടുക്കാൻ 24 hours ആണ്. റെവല്യൂഷൻ around the sun എത്ര ടൈം എടുക്കും? 1 year എടുക്കും. 365 1/4 days എടുക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, it is we discussed about second motion of the earth around the sun in its orbit is called as revolution, and we says the duration of that movement it is 365 1/4 days, 1 year to revolve around the sun. That's it. Okay, and we consider a year as consisting of 365 days. നമ്മൾ പറയും ഒരു വർഷത്തിൽ 365 ദിവസം ഉണ്ട് നമ്മൾ പറയാറില്ലേ? And ignore 6 hours for the sake of convenience. Okay, അപ്പൊ നമ്മൾ 6 hours കുറച്ചിട്ടാണ് പറയാ അതിന്റെ കൺവീനിയൻസിനനുസരിച്ച്. 6 hours saved every year are added to make 1 day. ഇപ്പൊ 24 hours over a span of 4 years എന്നാണ് പറയാ. This surplus day is added to the month of February. ഈ ഒരു 6 hours എല്ലാ വർഷത്തിനും സേവ് ചെയ്യുന്നു in order to make 1 day. ഒരു പകൽ ഇതാക്കാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും 6 hours സേവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു സർപ്ലസ് ഡേ എന്തിലേക്കാണ് പോകുന്നത്? ടു ദ മന്ത് ഓഫ് ഫെബ്രുവരി. അങ്ങനെയാണ് ഫെബ്രുവരിയിൽ ഡേറ്റ് കുറച്ചൊരു എക്സ്ട്രാ ഡേ വന്നത്. ഓക്കെ, ദാറ്റ് ഈസ് we considered a year are consisting of 365 days. Okay, and we ignore 6 hours. അതിൽ നിന്ന് ഇഗ്നോർ മാറ്റി വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു 6 hours പിന്നെ എന്തിലേക്ക് കയറുന്നു? എക്സ്ട്രാ ആയിട്ട് ഫെബ്രുവരി മന്തിലേക്ക് കയറുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, thus every 4th year February is of 29 days instead of 28 days. അതാണ് എല്ലാ 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരി മാസം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലെ, 29 ദിവസമായിരിക്കും എവറി ഇയർ കൂടുമ്പോൾ അല്ലെ. അത് 28 ദിവസത്തിന് മാറി 29 ദിവസമാകാനുള്ള കാരണം 6 hours ഇതിൽ ഈ ഒരു മന്തിലേക്ക് ആഡപ്പ് ചെയ്യുന്നത് മൂലമാണ്. ഓക്കെ, such a year with 366 days is called as. അങ്ങനെ വരുന്ന ആ ഒരു വർഷത്തിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ? ലീപ് ഇയർ. അപ്പൊ ഒന്നും കൂടി നമുക്ക് റെവല്യൂഷന്റെ പറയാം. ഓക്കെ, നമുക്കറിയാം 365 ഡേയ്സ് ആണ് ഒരു വർഷത്തുള്ളത് എന്ന് നമുക്കറിയാം. അപ്പൊ അതിൽ 6 hours എപ്പോഴും എവറി ഇയർ നമ്മൾ സേവ് ചെയ്യും ഓരോ ഡേയും കൺവീനിയന്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഈ 6 hours എങ്ങോട്ടാണ് പോവുക മക്കളെ? ഇത് നമ്മുടെ ഫെബ്രുവരി മാസത്തേക്കാണ് പോവുക. 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരി മാസം എന്ന 29 ഡേയ്സ് ആയി മാറും. 28 നിന്ന് 29 ഡേയ്സ് ആയിട്ട് മാറും. അതിനെ പറയുന്ന പേരാണ് എന്ത് മക്കളെ? എങ്ങനെ ഓരോ 4 വർഷത്തിൽ ഇങ്ങനെ ഫെബ്രുവരി മാസം 29 ഡേയ്സ് ആവുമ്പോൾ അതിന് പറയുന്ന പേര് ലീപ് ഇയർ എന്നാണ്. 366 ഡേയ്സ് ആയിട്ട് മാറും. ഓക്കെ, ലീപ് ഇയർ എന്ന് പറയുമ്പോൾ എത്ര ദിവസം ഉണ്ടാവും മക്കളെ? 366 ഡേയ്സ്. ഓക്കെ, ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എർത്ത് ഈസ് ഗോയിങ് അറൌണ്ട് ദ സൺ ഇൻ എ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. അപ്പൊ മക്കൾക്ക് ഇപ്പൊ ക്ലിയർ ആയില്ലേ? എർത്ത് ഈസ് ഗോയിങ് ഓർ മൂവിങ് അറൌണ്ട് ദ സൺ ഇൻ which orbit? Elliptical orbit അല്ലേ? Okay, notice that throughout its orbit the earth is inclined in the same direction. ആ ഒരു ഓർബിറ്റിൽ എർത്ത് മൂവ്മെന്റ് ചെയ്യുന്ന ഒരേ ഡയറക്ഷനിലായിരിക്കും എന്നാണ് പറയുന്നത് അല്ലെ. എന്താണ് പറഞ്ഞത്? The earth is going around the sun in an elliptical orbit, and next throughout its orbit the earth is inclined in the same direction. ഒരേ ദിശയിൽ ആ മൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ എന്നാണ് പറയുന്നത്, അതിന്റെ സഹായത്തോടെ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മക്കൾക്കറിയാം ഒരു വർഷം എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാലാവസ്ഥകൾ വന്നു പോകുന്നുണ്ട്, എന്തൊക്കെ സീസൺസ് ഉണ്ട്. ഇയർ ഈസ് യൂഷ്വലി ഡിവൈഡഡ് ഇൻടു സമ്മർ സീസൺ ഉണ്ട്, വിന്റർ സീസൺ ഉണ്ട്, സ്പ്രിംഗ് ഉണ്ട്, ഓട്ടം സീസൺസ് ഉണ്ട് അല്ലെ. ഇപ്പോ സെക്കൻഡ് പോയിന്റ് നോക്കുകയാണെ,
season change due to the change in the position of the earth around the sun. ഇത്തരം ഓരോ വർഷത്തില് നമ്മൾ ഓരോ മാസത്തുമ്പോ പല പല കാലാവസ്ഥകളായിരിക്കും ഉണ്ടാവുക. ആ സീസണൊക്കെ മാറാൻ കാരണം എന്താണ്? ഇത് പൊസിഷൻ ഓഫ് ദി എർത്ത് അറൌണ്ട് ദി സൺ എന്ന് വെച്ചാൽ ആ ഒരു സണ്ണിന്റെ ചുറ്റും എർത്ത് ഏതൊക്കെ പൊസിഷനിലാണ് അത് നിൽക്കുന്നത്, അതിനനുസരിച്ചാണ് സീസണിൽ മാറ്റം വരുന്നത് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഇയർ ഇസ് യൂഷ്വലി ഡിവൈഡ് ഇൻടു സമ്മർ, winter, spring and autumn seasons. Seasons will change due to the change in the position of the earth around the sun. Okay. For example, നോക്കാം, ഓരോ ദിവസം ഓരോ സീസൺസിന്റെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത് നോക്കാം. On 21st June, the northern hemisphere is titled towards sun. ഇപ്പൊ ജൂൺ 21 ഒരു അവസ്ഥ പറയാം, ഒരു കാര്യം പറയാം. അപ്പോ ജൂൺ 21 നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയർ ഉണ്ടല്ലോ, നോർത്ത് സൈഡിലുള്ള ഇത് എന്തിലേക്ക് മുഖം തിരിച്ചു നിൽക്കും? നമ്മളെ സണ്ണിന്റെ റേസിലേക്ക് അത് ക്ലോസ് ആയിട്ട് നിൽക്കും. ആൻഡ് നെക്സ്റ്റ് ദ റേസ് ഓഫ് ദി സൺ ഫോൾ ഡയറക്ട്ലി ഓൺ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അങ്ങനെ അത് നോർത്തേൺ ഹെമിസ്ഫിയർ ഈ സണ്ണുമായിട്ട് ഡയറക്ട്ലി ഒരു ലിങ്ക് ആയിട്ട് നിൽക്കുമ്പോ എന്താണ്, ആ റേസ്, ആ സൺറൈസ് ഒക്കെ വീഴുന്നത് എവിടെയാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന ഭാഗത്താണ്. അതിന്റെ ഫലം എന്തായിരിക്കും? ദിസ് ഏരിയ റിസീവ് മോർ ഹീറ്റ്. അങ്ങനെ ജൂൺ 21 നോർത്തേൺ ഹെമിസ്ഫിയർ ഈ സണ്ണുമായിട്ട് നല്ലതിൽ ഡയറക്റ്റ് ഇതിൽ നിൽക്കുമ്പോ അതിലുള്ള റേസ് ഒക്കെ, സൺറൈസ് ഒക്കെ ലഭിക്കുന്ന, സൂര്യപ്രകാശം ലഭിക്കുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ്. ആ ഒരു ടൈമിൽ ആ പ്രദേശത്ത് ലഭിക്കുന്ന കൂടുതൽ ചൂടാണെങ്കിൽ അവിടെ സമ്മർ സീസൺ ആയിരിക്കും അല്ലേ? And the areas near the poles receive less heat as the rays of the sun are slanting. എന്ന് വെച്ചാൽ ആ റീജിയനിലേക്ക് മാത്രം സൺറൈസ് എത്തിപ്പെടുമ്പോൾ മറ്റുള്ള റീജിയൻസിൽ അത്ര ചൂടുണ്ടാവില്ല. അതാണ് അപ്പൊ സമ്മർ സീസണിന്റെ കാര്യമാണ് പറയുന്നത് അല്ലെ. On 21st June, the northern hemisphere is tilted towards the sun and the rays of the sun fall directly on the tropic of Cancer. As a result, this area receives more heat. The areas near the poles receive less heat as the rays of sun are slanting. എന്ന് വെച്ചാൽ സൂര്യപ്രകാശം കിട്ടാത്ത ഏരിയ എന്ന് പറയുമ്പോൾ നല്ല കോൾഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ നോർത്തേൺ ഹെമിസ്ഫിയറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ സണ്ണ് നിൽക്കുമ്പോൾ ആ പ്രദേശത്ത് മൊത്തം എന്താണ്, നല്ല ചൂടായിരിക്കും അല്ലെ. ആ പ്രകാശം സൂര്യപ്രകാശം വന്ന് വീഴുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണെന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, next one. The North Pole is inclined towards the sun and places beyond the Arctic Circle experiences continuous daylight for about 6 months. അതാണ് നമ്മൾ പറഞ്ഞത്. കൂടുതലായിട്ട് നോർത്ത് പോളിലേക്കാണ് സൺറൈസ് കൂടുതൽ കിട്ടുന്നതെങ്കിൽ അവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പകലും ഉണ്ടാവും, നല്ല ചൂടും ലഭിക്കും 6 മാസത്തേക്ക് അല്ലെ. Since a large portion of the northern hemisphere is getting light from the sun, it is summer in the region north of the equator. അപ്പൊ നോർത്തേൺ സൈഡിൽ ഫുൾ എന്തായിരിക്കും? സമ്മർ സീസൺ ആയിരിക്കും എന്നാണ് പറയുന്നത് അല്ലെ. നോർത്ത് പോൾ ഈസ് ഇൻക്ലൈൻഡ് ടുവേർഡ്സ് ദ സൺ ആൻഡ് ദ പ്ലേസസ് ബിയോണ്ട് ദ ആർട്ടിക് സർക്കിൾ ഒക്കെ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിട്ടുള്ള പകൽ ദിവസങ്ങൾ അവർക്ക് കിട്ടും 6 മാസത്തേക്ക്. അങ്ങനെ ഈ ഒരു ലാർജ് പോർഷൻ ഓഫ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലൈറ്റ് സൺറൈസ് ലഭിക്കുമ്പോൾ അവിടെ എന്ത് സീസൺ ആയിരിക്കും മക്കളെ? സമ്മർ സീസൺ ആയിരിക്കും അല്ലെ. ഓക്കെ, അങ്ങനെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡേ, എല്ലാം നീളം കൂടിയതുള്ള പകലും അതുപോലെ തന്നെ അത്ര കുറഞ്ഞ രാത്രികളും ലഭിക്കുന്ന ആ ഒരു ദിവസം 21st June ആണ്. At this time, the southern hemisphere, all this condition are reversed. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ചൂട് കിട്ടുമ്പോൾ സദർൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ലഭിക്കുക. അവിടെ എന്തായിരിക്കും? സദർൺ ഹെമിസ്ഫിയറിൽ വിന്റർ സീസൺ ആയിരിക്കും അല്ലെ. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് സൂര്യപ്രകാശം കൂടുതൽ കിട്ടുമ്പോൾ, ലോങ്സ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ് കിട്ടുമ്പോൾ എന്താണ്, മറ്റൊരു സ്ഥലത്ത് എന്തായിരിക്കും? നല്ല തണുപ്പായിരിക്കും, വിന്റർ സീസൺ ആയിരിക്കും സമ്മർ ഹെമിസ്ഫിയറിൽ അല്ലെ. നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് സണ്ണിന്റെ റേസ് ഒക്കെ വീണിട്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ അത് റേസ് വരികയും ആ ഒരു സ്ഥലം മൊത്തം എന്താണ്, ഡേ ലൈറ്റില് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡേ ലൈറ്റ് 6 മാസത്തിലേക്ക് ലഭിക്കുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? ചൂടുകാലായിരിക്കും. അപ്പൊ അതിന്റെ എതിർഭാഗത്തുള്ള സദേൺ ഹെമിസ്ഫിയറിലോ സൗത്ത് പോളിൽ എന്തായിരിക്കും? നല്ല തണുപ്പായിരിക്കും. ആളുകൾക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ വെരി ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ സദേൺ ഹെമിസ്ഫിയറിൽ നൈറ്റ്സ് എന്ന് പറയുമ്പോൾ ലോങ്ങർ ആയിരിക്കും, രാത്രി അവിടെ കൂടുതലായിരിക്കും സദേൺ ഹെമിസ്ഫിയറിൽ. പക്ഷെ നോർത്തേൺ ഹെമിസ്ഫിയറിലോ പകൽ അവിടെ കൂടുതലാണ്, രാത്രി കുറവാണ്. പക്ഷെ സദേൺ ഹെമിസ്ഫിയറിൽ ഡാർക്ക്നെസ് ആയതുകൊണ്ട് നൈറ്റ്സ് ലോങ്ങർ ആയിരിക്കും. ദിസ് പൊസിഷൻ ഓഫ് ദി എർത്ത് ഇസ് കോൾഡ് ആസ്, ഈ ഒരു പൊസിഷനെ പറയുന്ന പേര് സമ്മർ സോളസ്റ്റൈസ് എന്നാണ്. ഓക്കെ, എന്ന് വെച്ചാൽ നൈറ്റ് ഇസ് ലോങ്ങർ,
ഡേ ലൈറ്റ് അത്ര ഉണ്ടാവില്ല. അതിന് പറയുന്ന പേരാണ് സമ്മർ സോളസ്റ്റൈസ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു എക്സാമ്പിൾ പറയാം. ഓൺ 2nd December 22 ഡിസംബറില് the tropic of Capricorn receives direct rays of the sun as the south pole tilted towards it. ഓക്കെ, ഇനി സൗത്ത് പോളിന് 22 ഡിസംബറിൽ കൂടുതൽ ചൂട് കിട്ടി. ഓക്കെ, അപ്പൊ സൗത്ത് പോൾ എന്തായിരിക്കും? കൂടുതൽ ആ സണ്ണിന് നേരെ ലിങ്ക് ചെയ്ത് നിൽക്കുന്നോണ്ടായിരിക്കില്ലേ അവർക്ക് കിട്ടിയത് നല്ല സൂര്യപ്രകാശം. As the sun rays fall vertically ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, വെർട്ടിക്കലി അവർക്ക് സൺറൈസ് ലഭിച്ചു സൗത്ത് പോളിന്. എത്ര ഡിഗ്രി? 23 1/2 ഡിഗ്രി സൗത്ത് ഏരിയയില്. എ ലാർജ് പോർഷൻ ഓഫ് സദേൺ ഹെമിസ്ഫിയർ ഗെറ്റ്സ് ലൈറ്റ്. അപ്പൊ എന്താണ്? അവർക്ക് കൂടുതൽ ലൈറ്റ് കിട്ടാൻ തുടങ്ങും, പ്രകാശം കിട്ടാൻ തുടങ്ങും. അത് ഡിസംബറിലാവണം ഈ സൗത്ത് ഏരിയയിൽ അവർക്ക് സമ്മർ സീസൺ ആയിട്ട് വരാൻ 22 ഡിസംബർ ആവണം എന്നാണ് പറയുന്നത് അല്ലെ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന് കൂടുതൽ ഡയറക്ട് റേസ് ഓഫ് സൺ ലഭിക്കും. മറ്റേലാവുമ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വരുമ്പോ അല്ലെ. അപ്പൊ എന്താണ്? സൺറൈസ് കൂടുതൽ വെർട്ടിക്കലി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ വരികയും സദേൺ ഹെമിസ്ഫിയറിൽ ലൈറ്റ് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, therefore it is summer in the southern hemisphere with longer days and shorter nights ആയിട്ട് മാറും. ഇങ്ങനെ ആവുമ്പോ എപ്പോ 22 ഡിസംബർ ആവുമ്പോൾ സദേൺ ഹെമിസ്ഫിയറില് പകല് കൂടുകയും രാത്രി കുറയുകയും ചെയ്യും. പക്ഷെ ജൂൺ 22 അത് എവിടെയായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും എന്ത് പകല് കൂടുതലും രാത്രി കുറയുന്നു ചെയ്യുന്നത്. ഓക്കെ, ഇനി the reverse happens in the northern hemisphere. അപ്പൊ ഈ 22 ഡിസംബറിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തുണ്ടാവുക? അപ്പൊ 21 ജൂണിൽ നമ്മൾ പറഞ്ഞാൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ്ങർ ഡേയും ഷോർട്ടർ നൈറ്റും ആയിരിക്കും. ഇപ്പൊ 22 ഡിസംബറിൽ സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും എന്ത്? ലോങ്ങർ ഡേയും ഷോർട്ടർ നൈറ്റും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിൽ അതിന്റെ റിവേഴ്സൽ രീതിയിൽ ആയിരിക്കും ലഭിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓൺ 21 മാർച്ചിലുള്ള മാർച്ച് 21 എന്താ സംഭവിക്കുന്നത്? ആൻഡ് സെപ്റ്റംബർ 23 മാർച്ച് 21 സെപ്റ്റംബർ 23 എന്താ സംഭവിക്കുന്നത്? ദ ഡയറക്ട് റേസ് ഓഫ് സൺ ഫോൾസ് ഓൺ ഇക്വേറ്റർ എന്ന് വെച്ചാൽ 21 മാർച്ചിനും സെപ്റ്റംബർ 23 ഈ സൂര്യപ്രകാശം നേരിട്ട് എങ്ങോട്ട് എത്തുന്നു? ഇക്വേറ്ററില്. സൺ അല്ലെ, ഇക്വേറ്റർ എന്ന് പറയുമ്പോൾ സണ്ണിന്റെ ഈ ഒരു എർത്തിന്റെ ഈ ഭാഗത്താണ്, മിഡിലാണ് അല്ലെ ഇക്വേറ്റർ ഉള്ളത്. ഓക്കെ, അവിടെ എല്ലാ സൺറൈസും ഇവിടെ വന്ന് പതിക്കുകയാണ്. ഓക്കെ, ഇവിടെ വന്ന് ഇക്വേറ്ററിൽ വന്ന് സൺ ഫോൾ ചെയ്യുന്നു. അറ്റ് ദിസ് പൊസിഷൻ neither of the poles is tilted towards sun. ഈ ഒരു ടൈമില് സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി സദേൺ ഹെമിസ്ഫിയർ നോർത്തേൺ ഹെമിസ്ഫിയർ നിൽക്കാറില്ല. The whole earth experiences equal day equal nights. ഇക്വേറ്ററില് സൺറൈസ് വന്ന് വീഴുമ്പോൾ എല്ലാ സ്ഥലത്തും ഈക്വൽ ഡേ ഈക്വൽ നൈറ്റ് ആയിരിക്കും. അതിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ? ഇക്വിനോക്സ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? 21 മാർച്ച് September 23rd, direct rays of sun fall on the equator. At this position, neither of the poles is tilted towards sun. സണ്ണിന്റെ അടുത്തേക്ക് മുഖം ഇതാക്കാൻ വേണ്ടി ആരും വരില്ല. അപ്പൊ അവിടെ ഇക്വേറ്ററിന്റെ അടുത്താണ് എല്ലാ സൺറൈസും വന്ന് വീഴുന്നത്. അപ്പൊ അവിടെ എല്ലാ സ്ഥലത്തും ഈക്വൽ ഡേ ആൻഡ് ഈക്വൽ നൈറ്റ്സ് ആയിരിക്കും. അതിന് പറയുന്ന പേരെന്താ മക്കളായിട്ട്? ഇക്വിനോക്സ്. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് 23 ഡിസംബറിന് ഒരു കാര്യം പറയാം അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ഓട്ടം സീസൺ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പൊ 23 സെപ്റ്റംബർ ആ ഒരു ദിവസം നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത് ഓട്ടം സീസൺ ആണ്. ആൻഡ് സ്പ്രിംഗ് സീസൺ ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ അല്ലെ. 23 സെപ്റ്റംബറില് നോർത്തേൺ ഹെമിസ്ഫിയറില് ഓട്ടം സീസണും സമ്മർ അല്ല സദേൺ ഹെമിസ്ഫിയറില് സ്പ്രിംഗ് സീസണും ആയിരിക്കും. ഓക്കെ, 23 സെപ്റ്റംബറില് നോർത്തേൺ ഹെമിസ്ഫിയറില് ഓട്ടം സീസണും സദേൺ ഹെമിസ്ഫിയറില് സ്പ്രിംഗ് സീസണും ആണ്. ഓക്കെ, അപ്പോ and the opposite is in the case on 21 മാർച്ചില് സ്പ്രിംഗ് സീസൺ ആയിരിക്കും നോർത്തേൺ ഹെമിസ്ഫിയറില്, ഓട്ടം സീസൺ ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. റിവേഴ്സലാ. നോക്കിക്കേ, 23 ഡിസംബറിൽ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസൺ ആണെന്ന് ആലോചിക്കാം. ഓക്കെ, 23 ഡിസംബറില് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസൺ ആണെങ്കിൽ
21st മാർച്ച് ആവുമ്പോ ഇതിന് റിവേഴ്സലായി മാറും. സ്പ്രിംഗ് സീസൺ ആവും നോർത്തേൺ ഹെമിസ്ഫിയറിൽ, സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം ആവും. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്താൽ മതി മക്കള്. ഇപ്പോ 23rd സെപ്റ്റംബറിൽ ഓട്ടം സീസൺ ആണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ, സദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസൺ ആണെന്ന് വെക്കുക. അപ്പോ അത് 21st മാർച്ചില് അതെന്തായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറും. എങ്ങനെ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസണും അതേമാതിരി സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസണും ആയിട്ട് റിവേഴ്സ് ആവും എന്നാണ് പറയുന്നത്. Okay, then you find that there are days and nights and changes in the seasons because of the rotation and revolution of the earth respectively. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ റൊട്ടേഷനും റെവല്യൂഷനും ഉണ്ടാവുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് എർത്തിൽ ഉണ്ടാവുന്നത് എന്ന്? ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? റൊട്ടേഷൻ ഡിസ്കസ് ചെയ്തു. റൊട്ടേഷൻ 24 hours അല്ലെ. 1 റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 24 hours വേണം. പിന്നെ റെവല്യൂഷൻ എന്ന് പറയുമ്പോഴോ 365 1/4 days. ഓക്കെ, അപ്പൊ എന്താണ് 1 year തന്നെ അത്യാവശ്യമാണ് അല്ലെ ഒരു റെവല്യൂഷൻ ഇതാവാൻ വേണ്ടിട്ട്. അപ്പോ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് കൂടുതലായിട്ടുള്ള ലൈറ്റ് സൺറൈസ് വെക്കുന്നതെങ്കിൽ അപ്പൊ സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? നല്ല കോൾഡ് സീസൺ ആയിരിക്കും. അത് നമ്മൾ സമ്മർ സോളസ്റ്റൈസ്, വിന്റർ സോളസ്റ്റൈസ് എന്ന കോൺസെപ്റ്റ് പറയാണ് ചെയ്തത് അല്ലെ. ഇറ്റ് ഈസ് മെയിൻലി സമ്മർ സോളസ്റ്റൈസ് ആൻഡ് 4th one വിന്റർ സോളസ്റ്റൈസ്. ഇപ്പൊ സീസൺ വെച്ച് പറയുമ്പോ ഇപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറില് ഓട്ടം സീസണും സദേൺ ഹെമിസ്ഫിയറില് സ്പ്രിംഗ് സീസണുമാണ് 21st സെപ്റ്റംബർ എന്ന് 22nd സെപ്റ്റംബറിൽ എന്ന് വെക്കുക. അപ്പൊ അതെന്തായിരിക്കും? മാർച്ച് 23rd ആവുമ്പോ അത് നേരെ റിവേഴ്സ് ഓർഡറിലേക്ക് വരും അല്ലെ. ഇപ്പൊ സ്പ്രിംഗ് സീസൺ നോർത്തേൺ ഹെമിസ്ഫിയറിലും ഓട്ടം സീസൺ മറ്റേലും ആവും അല്ലെ. അങ്ങനെ പറയുന്നു. പിന്നെ ഇക്വിനോക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇക്വിനോക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈക്വൽ ഡേയ്സ്. ഈക്വിനോക്സ് ഇക്വേറ്റർ, എർത്തിന്റെ ഇക്വേറ്ററിൽ വന്നിട്ട് സൺറൈസ് എല്ലാം എത്തുമ്പോ ആ ഒരു റീജിയൻസിൽ, ആ ഒരു ചുറ്റപ്പെട്ടുള്ള റീജിയൻസിൽ ഈക്വൽ ഡേയ്സ് ആൻഡ് നൈറ്റ് ആയിരിക്കും അനുഭവപ്പെടുക. ഈക്വൽ ഡേയ്സ് ആൻഡ് നൈറ്റ്സ്. അതിന് പറയുന്ന പേരെന്താ മക്കളെ? ഈക്വൽ ഡേയ്സ് ആൻഡ് നൈറ്റ്സ്. ഇതിന് പറയുന്ന പേരാണ് ഇക്വിനോക്സ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത് മോഷൻ ഓഫ് ദി എർത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. മോഷൻ ഓഫ് ദി earth. Okay, motion of the earth നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? മെയിൻലി റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ, സമ്മർ സോളസ്റ്റൈസ്, വിന്റർ സോളസ്റ്റൈസ് ആൻഡ് ഇക്വിനോക്സ് അല്ലെ. ഇപ്പൊ നമ്മൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞു അല്ലെ. മെയിൻലി ഇപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറില് ഒരു ടൈമില് ഒരു ഭാഗത്ത് എന്താണ് ചൂട് അനുഭവപ്പെടുകയാണ്. അതിന്റെ ആ ഒരു ഓപ്പോസിറ്റ് ഭാഗത്ത് എന്തായിരിക്കും? നല്ല തണുപ്പായിരിക്കും. ഇതിന്റെ ഒരേ തന്നെയായിരിക്കും എന്താ വരിക? സദേൺ ഹെമിസ്ഫിയറിൽ ഇത് ചൂട് നല്ല ഇതാവുമ്പോ, നല്ല ചൂടുള്ള ഒരു ഹാഫ് പോർഷൻ ചൂടുള്ളതാവുമ്പോ അടുത്തുള്ള പോർഷൻ ഡാർക്ക്നെസ് ആയിരിക്കും. അപ്പോ എന്തായിരിക്കും? ആ ഡാർക്ക്നെസ് പോർഷൻ നോർത്തേൺ ഹെമിസ്ഫിയർ ആയി മാറുന്നു. ഇങ്ങനെ ഓപ്പോസിറ്റ് റിവേഴ്സൽ ആയിട്ട് ചിന്തിച്ചാൽ മതി. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇക്വിനോക്സ് ആണ്. നമ്മുടെ എർത്തിന്റെ ഇക്വേറ്ററിൽ വന്നിട്ട് ഈ സൺറൈസ് ഒക്കെ ഫോൾ ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേര് ഇക്വിനോക്സ് എന്നാണ്. അവിടെ ഈക്വൽ ഡേയ്സ് ആൻഡ് ഈക്വൽ നൈറ്റ്സ് ആയിരിക്കും ഉണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ നമ്മുടെ മോഷൻ ഓഫ് ദി എർത്ത്. നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.